Very good morning to all. Today we will discuss about levels of management. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുള്ളതായിരിക്കും. സോ മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് ലൈഫ് ആൻഡ് എസെൻഷ്യൽ ടു മാനേജിങ് ഓൾ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ്. Sound management is the fortitude of thriving companies. So managing life implies getting everything done to accomplish life's aspirations, and maintaining an establishment means getting things done with and by other people to deliver its objectives. So management is required for an established life and essential to managing all types of management. അല്ലേ? അതായത് നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മാനേജിങ് ഓൾ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റിൽ തന്നെ പല തരത്തിലുള്ള മാനേജ്മെൻറ്റ്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമുണ്ട്? മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. സൗണ്ട് മാനേജ്മെൻറ്റ് ഈസ് ദ ഫോർട്ടിറ്റ്യൂഡ് ഓഫ് ത്രൈവിങ് കമ്പനീസ്. ത്രൈവിങ് കമ്പനീസിൻ്റെ ആത്മശക്തി അല്ലെങ്കിൽ പ്രേരക ശക്തി എന്നൊക്കെ പറയും. ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? സൗണ്ട് മാനേജ്മെൻ്റ് ആണ്. അതായത് ഒരു കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ആശ്രയിച്ച് നിൽക്കുന്നത് എന്തിലാണ്? മാനേജ്മെൻറ്റിലാണ്. സോ മാനേജിങ് ലൈഫ് ഇംപ്ലൈസ് ഗെറ്റിംഗ് everything done to accomplish life aspirations, and maintaining an establishment means getting things done with and by other people to deliver its objective. അപ്പോൾ മാനേജിങ് ലൈഫ് എന്ന് പറഞ്ഞ ഇംപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് എവറിത്തിങ് ഡൺ ടു അക്കംപ്ലിഷ് ജീവിതത്തിലെ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ മാനേജിങ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഡൺ ചെയ്യുക അല്ലെങ്കിൽ നേടിയെടുക്കുക. അതേപോലെ അക്കംപ്ലിഷിങ് ലൈഫ് ആസ്പിറേഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് എൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ആസ്പിറേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജിങ് ലൈഫ് എന്ന് പറയില്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും അല്ലെ? ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക അല്ലെ? അത് നേടിയെടുക്കുന്നത് തരത്തിലുള്ള മാനേജ്മെൻറ്റാണ്. അതിനെ നമ്മൾ എന്ത് പറയും? മാനേജ്മെൻറ്റ് എന്ന് പറയും. അതേപോലെ മെയിൻറ്റെയിനിങ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ആൻഡ് ബൈ അതർ പീപ്പിൾ ബാക്കിയുള്ള ആളുകളിലൂടെ എന്ത് ചെയ്യുക, ആ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവിന് എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മെയിൻറ്റെയിനിങ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ത് എസെൻഷ്യലാണ്? മാനേജ്മെൻറ്റ് എസെൻഷ്യലാണ്. The term levels of management refers to the line of division that exists between various managerial positions in an organization. ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ മാനേജീരിയൽ പൊസിഷൻസിൻ്റെ ഇടയിലുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിവിധ തരത്തിലുള്ള മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഉണ്ടാവും. അല്ലെ? ടോപ്പ് ലെവലിലുള്ള ആളുകളുണ്ടാവും, അതേപോലെ മാനേജർ സൈഡിലെ ആളുകളുണ്ടാവും, സൂപ്പർവൈസർ സൈഡിലെ ആളുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു ലൈനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടേം ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So as the size of the company and workforce increases, the number of levels in management increases along with it and vice versa. അതായത് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ സൈസ്, അതേപോലെ വർക്ക് ഫോഴ്സിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തിൻ്റെ നമ്പറും ഇൻക്രീസ് ചെയ്യും? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നമ്പറും എന്ത് ചെയ്യുന്നതാണ്? ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇനി വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിൽ ഇന്ന് കുറവായിരിക്കും, അല്ലെ? വർക്ക് ഫോഴ്സ് കുറവാണ്, അതേപോലെ സൈസ് ഓഫ് ദ കമ്പനി കുറവാണെങ്കിൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റും കുറവായിരിക്കും. So the different levels of management can determine the chain of command within an organization, as well as the amount of authority and typical decision making influences accrued by all managerial positions. ഇപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനാൽ തീരുമാനിക്കപ്പെടുന്ന ഘടകങ്ങളാണ് ചെയിൻ ഓഫ് കമാൻഡ്. അല്ല, ഓർഗനൈസേഷനിലുള്ള ചെയിൻ ഓഫ് കമാൻഡ് തീരുമാനിക്കപ്പെടുന്ന ഇതിലൂടെയാണ്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലൂടെ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്ന ഏതിലൂടെയാണ്?
ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലൂടെയാണ്. അതേപോലെ തന്നെയാണ് ആസ് വെൽ ആസ് ദ എമൗണ്ട് ഓഫ് അതോറിറ്റി ആൻഡ് ടിപ്പിക്കലി ഡിസിഷൻ മേക്കിംഗ് ഇൻഫ്ലുവൻസസ് അക്രൂഡഡ് ബൈ ഓൾ മാനേജീരിയൽ പൊസിഷൻസിൽ എന്താണ് അതോറിറ്റിയും അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ എന്തിനു സ്വാധീനമുണ്ട്? ഈ മാനേജീരിയൽ പൊസിഷൻസ് ഓർഗനൈസേഷനിലുള്ള എല്ലാ മാനേജീരിയൽ പൊസിഷൻസിനും എന്തിനും ഡിസിഷൻ മേക്കിങ്ങിലും അതോറിറ്റിയിലും ഒക്കെ എന്തുണ്ട്? സ്വാധീനം ഉണ്ട്. സോ പ്രധാനമായിട്ടും അറിയാവുന്ന എന്താണ് 3 തരത്തിലാണ് മാനേജ്മെൻ്റ് ഉള്ളത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓർ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, ഇതാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. So this level of management consists of an organization's board of directors and chief executive or managing director. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO അതല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറോ ഒക്കെയാണ് എന്ത് പറയുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. So it is the ultimate source of power and authority since it oversees the goal, policies and procedures of a company. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും അൾട്ടിമേറ്റ്, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പവറുള്ള അല്ലെങ്കിൽ പവറുള്ളത് അല്ലെങ്കിൽ അതോറിറ്റി ഉള്ളത് അല്ലെങ്കിൽ അധികാരമുള്ള ആളാണെന്ത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇറ്റ് ഓവർസീൻ ദ ഗോൾ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ ഗോളും പോളിസീസും പ്രൊസീജിയറും ഒക്കെ തീരുമാനിക്കുന്ന ഏതാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. Their main priority is to on the strategic planning and execution of the overall business success. എന്താണ് ഈ ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും അതിൻ്റെ എക്സിക്യൂഷൻ ഓഫ് എന്താണ് ഓവറോൾ ബിസിനസ് സക്സസ്സിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. And top management lays down the objective and broad policies of the enterprise. എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അതേപോലെ എന്താണ് ഓർഗനൈസേഷനിലുള്ള പോളിസീസ് ഒക്കെ നിർമ്മിക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ഇഷ്യൂസ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബഡ്ജറ്റ്, പ്രൊസീജിയേഴ്സ്, ഷെഡ്യൂൾസ് എക്സെട്ര. എന്താണ് ആ ഓർഗനൈസേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബഡ്ജറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ രീതികൾ, പ്രൊസീജിയേഴ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഷെഡ്യൂൾ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഏതാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ഒക്കെ ആര് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പോളിസീസ് ഫോർ ദ എൻ്റർപ്രൈസിൽ. എന്താണ് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് പ്ലാനും അതേപോലെ തന്നെ എന്താണ് പോളിസീസൊക്കെ തയ്യാറാക്കുന്നു. It appoint the executive for middle level, that is departmental managers. ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ മാനേജേഴ്സിനൊക്കെ നിയമിക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട റോൾ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. പിന്നെയുള്ള എന്താണ്? ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓൾ ഡിപ്പാർട്ട്മെൻറ്റിൽ. എന്താണ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുന്നത്? കൺട്രോളും ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. It is also responsible for maintaining a contact with the outside world. എന്നാൽ ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള എന്താണ് കോണ്ടാക്ട്, അതായത് എന്താണ് പ്രധാനമായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുക ആരുമായിട്ടാണ്? MD ആയിട്ടൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക? പുറമെയുള്ള ആളുകൾ സ്ഥാപനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ കോണ്ടാക്ട് ഉള്ളത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ. എന്താണ് അതിലുള്ള എംപ്ലോയീസിന്, ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഗൈഡൻസും ഡയറക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. And the top management is also responsible towards the shareholders for the performance of the enterprises. എന്താണ് ആ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും ആർക്ക് ഉത്തരവാദിത്തം ഉണ്ട്? ഈ ടോപ്പ് മാനേജ്മെൻറ്റിന് എന്തുണ്ട്? അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് എന്തുണ്ട്? ഉത്തരവാദിത്തം ഉണ്ട്. അതായത് എന്നാൽ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ആരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിലൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ട്. അടുത്തതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ദ ബ്രാഞ്ച് മാനേജേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് മിഡിൽ ലെവൽ. എന്നാണ് പ്രധാനമായിട്ടും അതിലുണ്ടാകുന്നത് ബ്രാഞ്ച് മാനേജേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സും ആണ് എന്തുണ്ടാക്കുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. So they are responsible to the top management for the functioning of their department. എന്താണ് ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, അതിന് മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, അതേപോലെ എന്താണ് പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഈ മാനേജേഴ്സ് കാണുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്?
ഈ ബ്രാഞ്ച് മാനേജേഴ്സിനാണ്. ദേ ഡിവോട്ട് മോർ ടൈം ടു ഓർഗനൈസേഷണൽ ആൻഡ് ഡയറക്ഷണൽ ഫങ്ഷൻ. എന്താണ് പ്രധാനമായിട്ടും മാനേജീരിയൽ ഫങ്ഷൻസ് ആയ ഓർഗനൈസിങ്ങും അതേപോലെ എന്താണ് ഡയറക്ഷനുമാണ് എന്ത് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് അത് കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ളത്. ഇൻ സ്മോൾ ഓർഗനൈസേഷൻ ദർ ഈസ് ഓൺലി വൺ ലെയർ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ബട്ട് ഇൻ ബിഗ് എൻ്റർപ്രൈസസ് ദർ മേ ബി സീനിയർ ആൻഡ് ജൂനിയർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. സാധാരണയായിട്ട് ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരൊറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരാൾ മാർക്കറ്റിംഗ് മാനേജർ. പക്ഷേ വലിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ സീനിയർ മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ആളുടെ താഴെ ജൂനിയർ മാർക്കറ്റിംഗ് മാനേജേഴ്സും ഉണ്ടാവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇവരുടെ പ്രധാനപ്പെട്ട റോളുകളാണ് നമ്മൾ പറയുന്നത്. They execute the plans of the organization in accordance with the policies and directives of the top management. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ അവരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പോളിസീസൊക്കെ നടപ്പിലാക്കുന്നത് ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദേ മേക്ക് പ്ലാൻസ് ഫോർ ദ സബ് യൂണിറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സബ് യൂണിറ്റ്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ആണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട പ്ലാനൊക്കെ ആരുണ്ടാക്കുന്നുണ്ട്? ദേ മേക്ക് പ്ലാൻസ് ഫോർ ദ സബ് യൂണിറ്റ്സ്. ഓർഗനൈസേഷൻ്റെ സബ് യൂണിറ്റ്സിന് വേണ്ടിയുള്ള പ്ലാൻസ് ഒക്കെ ആരുണ്ടാക്കുന്നു? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ. എന്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ്ങിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, അതേപോലെ എന്താണ് അവരുടെ എംപ്ലോയ്മെൻറ്റിലൊക്കെ എന്ത് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഇൻ്റർപ്രറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പോളിസീസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ. എന്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലെ ആളുകൾക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസിനെ പറ്റിയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. And they are responsible for coordinating the activities with the division or department. എന്താണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഉള്ള എല്ലാ ആക്ടിവിറ്റിക്കുമായി റെസ്പോൺസിബിൾ ആണ് മിഡിൽ ലെവൽ മാനേജർ. റെസ്പോൺസിബിൾ ആണ്. ഇറ്റ് ആൾസോ സെൻഡ്സ് ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ആൻഡ് ദേ ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ജൂനിയർ മാനേജേഴ്സ്. ജൂനിയർ മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ആൾസോ റെസ്പോൺസിബിൾ ഫോർ ഇൻസ്പയറിങ് ലോവർ ലെവൽ മാനേജേഴ്സ് ടുവേർഡ്സ് ബെറ്റർ പെർഫോമൻസിൽ. എന്താണ് ഈ ലോവർ ലെവൽ മാനേജേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും മാനേജർമാരാവാം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ ആരിൽ നിന്നും കിട്ടുന്നുണ്ട്? മിഡിൽ ലെവൽ മാനേജേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട്. ആ ഒരു മോട്ടിവേഷൻ ആർക്ക് കൊടുക്കുന്നു? ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അടുത്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ ഈസ് ആൾസോ നോൺ ആസ് സൂപ്പർവൈസറി ഓർ ഓപ്പറേറ്റീവ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് സൂപ്പർവൈസറി ലെവൽ എന്നും ഓപ്പറേറ്റീവ് ലെവൽ എന്നൊക്കെ എന്നറിയപ്പെടുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, സെക്ഷൻ ഓഫീസേഴ്സ്, സൂപ്രണ്ട്. ഈ ആളുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത്? സൂപ്പർവൈസർ, ഫോർമാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറാണ്, ടൈപ്പ് ഓഫ് സൂപ്പർവൈസർ ആണ്. സെക്ഷൻ ഓഫീസറൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ R.C. ഡേവിസ് പറയുന്നത് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദോസ് എക്സിക്യൂട്ടീവ്സ് whose work has to be largely with the personal oversight and direction of operative employees. എന്താണ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ആണ്? ദോസ് എക്സിക്യൂട്ടീവ്സ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നതാണ് ഹൂസ് വർക്ക് ഹാസ് ടു ബി ലാർജ്ലി വിത്ത് പേഴ്സണൽ ഓവർസൈറ്റ്. ഒരു വ്യക്തി വീക്ഷണത്തോട് കൂടിയിട്ടുള്ള എന്താണ് ജോലിയാണ് ആർക്ക് ഉണ്ടാവുക? സൂപ്പർവൈസറി മാനേജ്മെൻറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുക. ആൻഡ് ആൾസോ ഡയറക്ഷൻ, എന്താണ് ഓപ്പറേറ്റീവ് എംപ്ലോയീസിനൊക്കെ എന്ത് കൊടുക്കുക? ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ള ജോലിയും ആർക്ക് തന്നെയാണ്? ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ്. ഇൻ അതർ വേർഡ്സ് ദേ ആർ കൺസേൺഡ് വിത്ത് ദ ഡയറക്ഷൻ ആൻഡ് കൺട്രോളിങ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് എന്തുവാണ് അവർ പ്രധാനമായിട്ട് ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്? ഡയറക്ഷൻ, അതായത് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡയറക്ഷനിലോട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഡയറക്ഷൻ ടു ആൻഡ് ഓൾസോ കൺട്രോളിങ് ഓഫ് ദി എന്താണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ. അതാണ് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ അസൈനിങ് ജോബ്സ് ആൻഡ് ടാസ്ക് ടു വേരിയസ് വർക്കേഴ്സിൽ. എന്താണ് വർക്കേഴ്സിന് എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള എന്താണ് ജോലികളൊക്കെ എന്ത് ചെയ്യുക? അസൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദേ ഗൈഡ് ആൻഡ് ഇൻസ്ട്രക്ട് വർക്കേഴ്സ് ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ. എന്താണ് ദൈനംദിനമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിനെ ഗൈഡ് ചെയ്യുക.
and they are responsible for the quality as well as quantity of production. എന്താണ് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിക്കും പറ്റിയിട്ട് അവരെന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിനുണ്ട്. ആൻഡ് ദേ ആർ ആൾസോ എൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ് ആ ഓർഗനൈസേഷനിൽ ഗുഡ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉത്തരവാദിത്വമാണ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ആൻഡ് ദ ദേ കമ്മ്യൂണിക്കേറ്റ് വർക്കേഴ്സ് പ്രോബ്ലംസ്, സജഷൻസ് ആൻഡ് റെക്കമെൻഡേറ്ററി അപ്പീൽസ് എക്സെട്ര ടു ദ ഹയർ ലെവൽ ആൻഡ് ഹയർ ലെവൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ടു ദി വർക്കേഴ്സ്. അപ്പം ഈ വർക്കേഴ്സിൻ്റെ താഴെക്കിടയിലുള്ള വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ആരുടെ അടുത്തേക്ക്, ഹയർ ലെവലിലേക്കും, ഹയർ ലെവലുടെ കാര്യങ്ങൾ ആരുടെ ഇടയിലേക്കും, താഴെ ഇടയിലുള്ള ആളുകളിലേക്കും എത്തുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ദേ ഹാവ് ടു സോൾവ് ദ ഗ്രീവൻസസ് ഓഫ് വർക്കേഴ്സ്. ആ വർക്കേഴ്സിൻ്റെ ആകുലതകളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആൻഡ് ദേ സൂപ്പർവൈസ് ആൻഡ് ഗൈഡ് ദ സബ് ഓർഡിനേറ്റ്സിൽ എന്താണ്, സബ് ഓർഡിനേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദി വർക്കേഴ്സിൽ എന്താണ്, താഴെക്കിടയിലുള്ള വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ളൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിനുണ്ട്. ആൻഡ് ദി അറേഞ്ച് നെസസറി മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ് എക്സെട്ര ഫോർ ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ. എന്താണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് ആവശ്യത്തിനുള്ള മെറ്റീരിയലും മെഷീൻസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അറേഞ്ച് ചെയ്യുന്ന ആരാണ്, ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ആൻഡ് ദേ പ്രിപ്പയർ പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സിൽ എന്താണ്, ആ വർക്കേഴ്സിൻ്റെ പെർഫോമൻസിൽ എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കൽ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നുണ്ട്. ആൻഡ് ദേ എൻഷുർ ഡിസിപ്ലിൻ ഇൻ ദ എൻ്റർപ്രൈസിൽ എന്താണ്, ആ സ്ഥാപനത്തിൽ എന്താണ് അച്ചടക്കം ഉറപ്പ് വരുത്തുന്നു. ആൻഡ് ദേ മോട്ടിവേറ്റ് വർക്കേഴ്സ് എന്താണ്, വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 500 യൂണിറ്റ് അധികം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ കൂടുതൽ കിട്ടുമെന്ന് പറയാം അല്ലേ. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്. ആൻഡ് ദേ മോട്ടിവേറ്റ് വർക്കേഴ്സ്. ദേ ആർ ദ ഇമേജ് ബിൽഡേഴ്സ് ഓഫ് ദ എൻ്റർപ്രൈസ് ബിക്കോസ് ദേ ആർ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ വർക്കേഴ്സ് എന്താണ്. അപ്പം ഒരു എന്താ പറയുക, ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു ഇമേജ് ബിൽഡേഴ്സാണ്. ഒരു ഫേവറബിൾ ഓർഗനൈസേഷനും ആ ഓർഗനൈസേഷനും അവിടുത്തെ എംപ്ലോയീസും തമ്മിലുള്ള ബന്ധം ഏതിനെ ആശ്രയിച്ചിട്ടാണ്, ഇവരുടെ ഇടപെടലിലൂടെയാണ്. സൂപ്പർവൈസർ വളരെ ക്രൂരമായിട്ടാണ് ഇടപെടുന്നുണ്ട് എങ്കിൽ സ്ഥാപനത്തോട് എന്തുണ്ടാവും, ചിലപ്പോൾ ആളുകൾക്ക് വെറുപ്പുണ്ടാവും. നല്ല രീതിയിലാണ് ഇടപെടുന്നത് എങ്കിൽ ആ സ്ഥാപനത്തോട് ആളുകൾക്ക് എന്തുണ്ടാവും, സ്നേഹം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ടോപ്പ് മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് സെറ്റ് ഒബ്ജക്റ്റീവ്, സ്കാൻ എൻവയോൺമെൻറ്റ്, പ്ലാൻ ആൻഡ് മേക്ക് ഡിസിഷൻസ് ആണ്. മിഡിൽ ലെവൽ മാനേജേഴ്സിന് ടോപ്പ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യണം. ഓവർസീസ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിൽ എന്താണ്, മാനേജേഴ്സാണ്, ഫസ്റ്റ് ലൈൻ മാനേജേഴ്സാണ് അവരെ എന്ത് ചെയ്യണത്, കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിൻ്റെ കാര്യങ്ങൾ, അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആക്ടിവിറ്റീസ് എന്നാണ്, ഓരോ ആക്ടിവിറ്റിയും ഡെവലപ്പ് ചെയ്യും, അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണം. അലോക്കേറ്റ് റിസോഴ്സ് അലോക്കേഷൻ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സാണ് അവർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. റിപ്പോർട്ട് മിഡിൽ മാനേജേഴ്സിനോടാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യണം, പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. ആൻഡ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്നാൽ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഏർപ്പെടുന്നുണ്ട്. അപ്പർ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ലോങ് ടേം ഗോൾസ്, പ്രോഡക്റ്റ് മാർക്കറ്റ്, ബിസിനസ് ഓർഗനൈസിംഗ് ഒക്കെയാണ് അവരുടെ ഡ്യൂട്ടി. അതിലുണ്ടാകുന്ന ജോബുകൾ CEO, CFO, COO, CTO, VIP അല്ലേ, അതൊക്കെ VP മാർക്കറ്റിംഗ് അതൊക്കെയാണ്. മിഡിൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ഇൻ്റർപെറ്റ് പ്ലാൻസ് ആൻഡ് എന്താണ് സെറ്റ് ആക്ഷൻസ് ആണ് അവരുടെ ജോലി. റീജിയണൽ പ്ലാന്റ് മാനേജേഴ്സ് പോലെയുള്ള ജോലിയാണ്. ലോവർ ലെവൽ ഇംപ്ലിമെൻറ്റ് പ്ലാൻസ് ജോബ്സ് ലൈക്ക് എന്താണ് ടീം ലീഡർ, അസിസ്റ്റൻറ്റ് മാനേജർ, ഷിഫ്റ്റ് മാനേജർ. മിഡിൽ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയും, അത് എവിടേക്ക് എത്തും, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലൂടെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് എത്തും. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അത് വർക്കേഴ്സിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓരോ തരത്തിൽ ടോപ്പ് മാനേജേഴ്സിൽ CEO ഉണ്ടാവും, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ടാവും, ചീഫ് സെയിൽസ് ഓഫീസർ, ചീഫ് ടെക്നോളജി ഓഫീസർ, പ്രസിഡൻറ്റ്, മാനേജിംഗ് ഡയറക്ടർ ഒക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്. മിഡിൽ ലെവലിൽ മാർക്കറ്റിംഗ് മാനേജർ, പർച്ചേസ് ആൻഡ് സെയിൽസ് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഫിനാൻസ് മാനേജറൊക്കെ ഇതിൽ വരുന്നതാണ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ് വരുന്നത്.
ലോവർ ലെവൽ സൂപ്പർവൈസർ, ഫോർമാൻ, ക്ലർക്ക്, ജൂനിയർ മാനേജേഴ്സ്, ഇൻസ്പെക്ടേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ സെഷൻ യു ക്യാൻ ആസ്ക്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക.